നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് VIP-യുടെ ഒരു മുൻഗണനയുമല്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ദിലീപ് ദർശനം നടത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിന് ഹരിവരാസ സമയത്ത് തന്ത്രി ഗേറ്റ് വഴി പ്രവേശനം അനുവദിച്ച് മറ്റു തീർത്ഥാടകർക്ക് ദർശനം മറച്ചതിനു പിന്നാലെ നടന് മുന്തിയ VIP പരിഗണന തന്നെ നൽകിയിരുന്നു എന്ന് വ്യക്തമാണ്. മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ദേവസ്വം ഓഫീസ് കോംപ്ലക്സിലാണ് ദിലീപിന് മുറി നൽകിയിരുന്നത്. വാടക പോലും വാങ്ങാതെയായിരുന്നു സൗകര്യം. ശബരിമലയിൽ അക്കോമഡേഷന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർക്കും വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മാത്രമല്ല, നിലവിൽ 2 ഉദ്യോഗസ്ഥർക്കും 2 ജീവനക്കാർക്കുമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ VIP പരിഗണനയ്ക്കെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് മറ്റൊരു ഗുരുതര വീഴ്ച കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷിച്ച് നടപടിയെടുക്കാനാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി ദിലീപിനെതിരെ വീണ്ടും ഒരുപാട് പേരാണ് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഇരുമുടിക്കെട്ടുമില്ല, ഒന്നുമില്ലാതെയാണ് ദിലീപ് കൂളായി നടന്ന് ദർശനം നടത്തി പോയത്. ഇത്രയും കഷ്ടപ്പെട്ട് ഭക്തന്മാർ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും ചൂടിക്കൊണ്ട് സന്നിധാനത്തിലെത്തുമ്പോൾ ദിലീപിനെ പോലുള്ള VIP-കൾക്ക് എന്തിനിത്ര പരിഗണന നൽകുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക.